സംഘർഷങ്ങൾ നിത്യസംഭവമായി മാറിയ പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം മറ്റൊരു മഹായുദ്ധം കൂടി അരങ്ങേറാൻ പോകുകയാണ്. അമേരിക്കയുടെ വാക്കും കേട്ട് നിന്നാൽ ഇനിയുള്ള കാലം അതിജീവിക്കില്ല എന്ന തിരിച്ചറിവായിരിക്കണം അവരെ കൊണ്ട് ഇസ്രായേലിനെതിരെ ആയുധമെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകം. ഗസയിൽ ഇസ്രായേലിന്റെ സൈന്യം നടത്തുന്ന തോന്നിവാസങ്ങൾ ചോദ്യം ചെയ്യാൻ പല അറബികൾക്കും ഇന്ന് ധൈര്യമില്ലാതിരിക്കുകയാണ് എന്ന കാര്യം അറിയാമല്ലോ. അറബ് ജനത മുഴുവൻ സഹോദരന്മാരാണെന്ന് വിളിച്ചു പറയുമ്പോഴും ഇത്ര വലിയ സംഘർഷങ്ങളും മാനുഷിക ദുരന്തങ്ങളും അനുഭവിക്കുന്ന ആ പാവം മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാതെ അമേരിക്കയോട് ഓച്ചാനിച്ചു നിന്നവരും ഇവിടെയുണ്ട്. എന്നാൽ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം ആ ഭൂമിയിൽ ഒതുങ്ങുന്നില്ല എന്നതും തങ്ങളുടെ മണ്ണിലേക്ക് അതെത്തും എന്നും തിരിച്ചറിഞ്ഞ് പടയൊരുക്കുകയാണ് ഈജിപ്ത്. ജൂതനെ വിശ്വസിക്കരുത് എന്ന് അറബ് ജനത താക്കീത് നൽകിയിട്ടും ഇസ്രായേലിനെ വിശ്വസിച്ച ഈജിപ്തിന് 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ് ജൂതൻ. അതിന് പ്രതികാരം ചെയ്യാൻ ഈജിപ്തും തയ്യാറാണ്. എന്താണ് പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്നല്ലേ നമുക്ക് പരിശോധിക്കാം. പശ്ചിമേഷ്യയിൽ ഏറെ കാലമായി സംഘർഷ കലുഷിതമാണ് കാര്യങ്ങൾ എന്ന കാര്യം അറിയാമല്ലോ. ഇസ്രായേലും ഫലസ്തീനും, ഇസ്രായേലും ലബനനും, ഇസ്രായേലും ഇറാനും, ഇസ്രായേലും സിറിയയും, ഇസ്രായേലും യമനും തമ്മിലുള്ള സംഘർഷങ്ങളെല്ലാമാണ് ഇതിന്റെ കാരണം. ഇപ്പോൾ മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് ആ മേഖലയിൽ നിന്നും പുറത്തു വരുന്നത്. ഈജിപ്ത് സൈനികരുടെ വൻ പട അതിർത്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1979 ഇസ്രായേലുമായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാണ് ഈ നീക്കം. ഇത്രയും ഗുരുതരമായ സാഹചര്യമായതിനാലാണ് സൈനിക നീക്കമെന്ന് ഈജിപ്തിലെ പ്രമുഖ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈജിപ്തിലെ സിനായ് മരുഭൂമിയിൽ നിന്ന് റഫ അതിർത്തി വഴി എത്തുന്നത് ഗസയിലേക്കാണ്. ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന പുതിയ നീക്കമാണ് ഈജിപ്തിനെ ആശങ്കപ്പെടുത്തിയത്. തുടർന്നാണ് ഈജിപ്ഷ്യൻ സൈന്യം റഫ അതിർത്തിയോട് ചേർന്ന മേഖലയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് RCCയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സൈനിക നീക്കം. ഗസ മുഴുവനായി അധിനിവേശം നടത്താൻ ഇസ്രായേൽ പദ്ധതിയിടുന്നുണ്ട്. ഈ വേളയിൽ ഗസയിലെ 20 ലക്ഷം ഫലസ്തീൻകാരെ ഈജിപ്തിലെ സിനായിലേക്ക് നിർബന്ധപൂർവ്വം ഒഴിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ ചെറുക്കാനാണ് ഈജിപ്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമാണ് സൈനിക നീക്കമെന്ന് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നു. 40,000 ഈജിപ്ഷ്യൻ സൈനികരാണ് സിനായിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ നേരത്തെയുള്ള സൈനികർക്ക് പുറമെയാണ് ഈ വിന്യാസം. 1979 സമാധാന കരാറിൽ പറയുന്നതിന്റെ ഇരട്ടി സൈനികരെ ഈജിപ്ത് ഇതിനോടകം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. സമീപകാലത്ത് ഈജിപ്ഷ്യൻ സൈനികർക്ക് ലഭിക്കുന്ന സുപ്രധാന ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത്യാധുനിക സൈനിക ഉപകരണങ്ങളും അതിർത്തിയിൽ വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സൈനിക സുപ്രീം കൗൺസിൽ, ദേശീയ സുരക്ഷാ കൗൺസിൽ എന്നിവരുടെ യോഗത്തിന് ശേഷമാണ് പ്രസിഡന്റ് സൈനിക നീക്കത്തിന് ഉത്തരവിട്ടത്. ഗസയോട് ചേർന്ന സീസോണിൽ ഉൾപ്പെടെ നോർത്ത് സിനായിലെ എല്ലായിടത്തും ഈജിപ്ഷ്യൻ സൈനികർ തമ്പടിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് എന്ത് പ്രകോപനമുണ്ടായാലും ശക്തമായ തിരിച്ചടി നൽകാൻ ഇവർക്ക് നിർദ്ദേശവും ലഭിച്ചു. ഇസ്രായേലുമായി ആദ്യം നയതന്ത്ര ബന്ധം സ്ഥാപിച്ച മുസ്ലിം രാജ്യമാണ് ഈജിപ്ത്. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ബന്ധങ്ങളുമുണ്ട്. ഇസ്രായേലുമായി ഏറ്റവും വലിയ വാതക കരാർ ഒപ്പുവെച്ചതും ഈജിപ്താണ്. ഈജിപ്തും ഇസ്രായേലും സംഘർഷത്തിലേക്ക് എത്തുമ്പോൾ ആര് മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുമെന്ന ചോദ്യവും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയും സൗദി അറേബ്യയും ഖത്തറും ഇടപെട്ട് രംഗം ശാന്തമാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇതെല്ലാം വെറും ഊഹാപോഹങ്ങളാണ്. നിലവിൽ ആരും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടില്ല. പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈജിപ്ത്. ചരിത്രപരമായി ഈജിപ്തിന് ഈ മേഖലയിൽ വലിയ സ്വാധീനവുമുണ്ട്. ഗസയിലെ നിലവിലെ സംഘർഷങ്ങൾ, സമീപ രാജ്യങ്ങളിലെ ആഭ്യന്തര യുദ്ധങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ കാരണം ഈജിപ്ത് ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സാഹചര്യങ്ങളെ ഈജിപ്ത് സൈനികമായി നേരിടാൻ ശ്രമിക്കുന്നതിന്റെ കാരണങ്ങളാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ഗസയിലെ പ്രതിസന്ധി തന്നെയാണ്. ഗസ മുനമ്പുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണല്ലോ ഈജിപ്ത്. അതിനാൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഈജിപ്തിനെ നേരിട്ടാണ് ബാധിക്കുന്നത്. ഈജിപ്ത് നേരിടുന്ന പ്രധാന ആശങ്കകൾ ഇവയൊക്കെയാണ്. ഒന്ന്, ഫലസ്തീൻ അഭയാർത്ഥി പ്രവാഹം. ഗസയിലെ സംഘർഷങ്ങൾ കാരണം ആയിരക്കണക്കിന് ഫലസ്തീൻകാർ ഈജിപ്തിലേക്ക് പലായനം ചെയ്യാനുള്ള സാധ്യത ഏറുകയാണ്. ഇത് ഈജിപ്തിന്റെ ദേശീയ സുരക്ഷയ്ക്കും സാമ്പത്തിക ഭാവിക്കും വലിയ ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ ഫലസ്തീൻകാരുടെ കൂട്ടപ്പലായനം തടയുന്നതിന് ഈജിപ്ത് സൈനികമായി അതിർത്തിയിൽ കൂടുതൽ സേനയെ വിന്യസിക്കുകയായിരുന്നു. 2, ദേശീയ സുരക്ഷയാണ്. ഗസയിലെ സംഘർഷങ്ങൾ സിനായി ഉപദ്വീപിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ തങ്ങളുടെ അതിർത്തിക്കടുത്തു വരുന്നത് ഈജിപ്ത് ഏറെ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നതും. ഇതിനൊക്കെ പുറമെ വലിയ സാമ്പത്തിക വെല്ലുവിളികളാണ് ഈജിപ്തിനെ
ഈജിപ്തിനെ അലട്ടുന്ന മറ്റൊരു പ്രതിസന്ധി. ചെങ്കടലിലെ സംഘർഷങ്ങൾ കാരണം പല അന്താരാഷ്ട്ര കപ്പലുകളും സൂയസ് കനാൽ വഴിയുള്ള യാത്ര ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് കനാലിൽ നിന്നുള്ള ഈജിപ്തിന്റെ വരുമാനത്തിൽ വലിയ കുറവും വരുത്തി കഴിഞ്ഞു. ഈജിപ്തിന്റെ സാമ്പത്തിക മേഖല നേരിടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്ന് വിദേശ നാണ്യത്തിന്റെ കുറവാണ്. ഇത് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക സംഘർഷങ്ങളും ഈജിപ്തിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. സുഡാനിലെ ആഭ്യന്തര യുദ്ധം കാരണം ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഈജിപ്തിലേക്ക് വരുന്നുണ്ട്. ഇത് ഈജിപ്തിന്റെ സാമ്പത്തിക ഭാവിക്കും സാമൂഹിക ഘടനയ്ക്കും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. നൈൽ നദിയിൽ എത്യോപ്യ നിർമ്മിക്കുന്ന ഗ്രാൻഡ് എത്യോപ്യൻ റിസൈൻസ് ഡാം ഈജിപ്തിന്റെ ജലസുരക്ഷയെ ഗുരുതരമായി ബാധിക്കുമെന്ന് ഈജിപ്ത് ആശങ്കപ്പെടുന്നുണ്ട്. ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ നയതന്ത്രപരമായ പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഈജിപ്ത് സൈനികപരമായ നീക്കങ്ങൾ നടത്തുന്നത് കേവലം ആക്രമണത്തിന് വേണ്ടിയല്ല, മറിച്ച് തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും പ്രതിസന്ധികളെ നേരിടാനുമുള്ള ഒരു തന്ത്രപരമായ നീക്കം കൂടിയാണിത്. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുക, അഭയാർത്ഥി പ്രവാഹം തടയുക, പ്രാദേശിക ശക്തിയായി നിലകൊള്ളുക എന്നിവയാണ് ഈ നീക്കങ്ങളുടെ ഈജിപ്ത് ലക്ഷ്യമിടുന്നത്. ഇസ്രയേലുമായി ആദ്യം ബന്ധം സ്ഥാപിച്ച അറബ് രാഷ്ട്രമാണല്ലോ ഈജിപ്ത്. എന്നിട്ടും ഇസ്രായേൽ വേണ്ടത്ര പരിഗണന ഈജിപ്തിന് നൽകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അമേരിക്കയുമായി ഈജിപ്ത് വെച്ച് പുലർത്തുന്ന സൗഹൃദം തന്നെയാണ് അവരുടെ ഈ നടപടിക്ക് കാരണവും. എന്നിട്ടും ഗസയിലെ ഫലസ്തീൻ വംശജരോട് ഇസ്രായേൽ കാണിക്കുന്ന നെറികേട് കാര്യമായി ബാധിക്കുന്നത് ഈജിപ്തിന് കൂടിയാണ് എന്നതാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു യാഥാർത്ഥ്യം. ഇസ്രായേലുമായി സമാധാന കരാറിൽ ഒപ്പുവെച്ച ആദ്യ അറബ് രാഷ്ട്രമാണ് ഈജിപ്ത്. 1979 ക്യാമ്പ് ഡേവിഡ് കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഒരു പുതിയ ബന്ധത്തിന് തുടക്കമിട്ടുവെങ്കിലും ആ ബന്ധം പലപ്പോഴും സൗഹാർദ്ദപരമല്ലാത്തതും താൽപ്പര്യങ്ങളിൽ വ്യത്യാസമുള്ളതുമാണ്. ഈജിപ്ത് ആഗ്രഹിക്കുന്ന പരിഗണന ഇസ്രായേൽ നൽകാത്തതിന്റെയും അമേരിക്കയുമായുള്ള ഈജിപ്തിന്റെ ബന്ധം ഇതിലെങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെയും കാരണങ്ങൾ നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട്. സമാധാന ഉടമ്പടിയും അതിന്റെ പരിമിതികളുമാണ് ആദ്യം പറയേണ്ടത്. 1979 ഒപ്പുവെച്ച ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി ഈജിപ്തിനും ഇസ്രായേലിനും ഇടയിൽ ദശാബ്ദങ്ങളോളം നീണ്ട യുദ്ധത്തിന് അന്ത്യം കുറിച്ചു. ഈ കരാർ അനുസരിച്ച് ഇസ്രായേൽ സിനായി ഉപദ്വീപ് ഈജിപ്തിന് തിരികെ നൽകി. ഇതിന് പകരമായി ഈജിപ്ത് ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഉടമ്പടിക്ക് അറബ് ലോകത്ത് നിന്ന് ഈജിപ്തിന് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വന്നിട്ടുണ്ട്. ഈജിപ്ത് ഒറ്റയ്ക്ക് സമാധാന കരാറിൽ ഏർപ്പെട്ടത് പല അറബ് രാജ്യങ്ങൾക്കും ഇഷ്ടമായില്ല. ഇത് ഇസ്രായേൽ ഈജിപ്ത് ബന്ധത്തെ ഒരു സാധാരണ നയതന്ത്ര ബന്ധമായി മാത്രം നിലനിർത്തി. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തുമായുള്ള കരാർ അതിന്റെ തെക്കൻ അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കാൻ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഫലസ്തീൻ വിഷയത്തിലും ഗസയുമായുള്ള ബന്ധത്തിലും ഇരു രാജ്യങ്ങൾക്കും വ്യത്യസ്തമായ നിലപാടുകളാണുള്ളത്. ഈജിപ്ത് ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നു, എന്നാൽ ഇസ്രായേൽ ഹമാസിനെ ഒരു ഭീകര സംഘടനയായിട്ടാണ് നോക്കിക്കാണുന്നത്. ഈജിപ്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഇസ്രായേൽ ഈ വിഷയങ്ങളിലൊന്നും തന്നെ ഈജിപ്തിന്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഗസയിലെ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ഈജിപ്ത് തങ്ങളുടെ ദേശീയ സുരക്ഷയെക്കുറിച്ചും അഭയാർത്ഥി പ്രവാഹത്തെക്കുറിച്ചും ആശങ്കാകുലരായിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ സ്വന്തം സുരക്ഷയ്ക്ക് മാത്രമാണ് ഇവിടെ മുൻഗണന നൽകുന്നുള്ളൂ. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ മാത്രമാണ് അവർ കൈക്കൊണ്ടിട്ടുള്ളത്. അമേരിക്കൻ സ്വാധീനമാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈജിപ്ത് അമേരിക്ക ബന്ധം വളരെ പ്രധാനപ്പെട്ടതുമാണ്. വർഷങ്ങളായി അമേരിക്ക ഈജിപ്തിന് സാമ്പത്തിക സൈനിക സഹായം നൽകുന്ന രാഷ്ട്രമാണ്. ഈ സാമ്പത്തിക സൈനിക സഹായങ്ങളൊക്കെ ഈജിപ്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ താങ്ങാവാറുണ്ട്. എന്നാൽ ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന പിന്തുണ ഇതിനേക്കാൾ വളരെ വലുതാണ്. ഈജിപ്തിനേക്കാൾ കൂടുതൽ സൈനിക സാമ്പത്തിക സഹായങ്ങൾ അമേരിക്ക ഇസ്രായേലിന് നൽകുന്നുണ്ട്. ഇത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയതന്ത്രത്തിൽ ഇസ്രായേലിന് കൂടുതൽ മുൻഗണന ലഭിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ഈജിപ്തിന്റെ താൽപ്പര്യങ്ങളെ പൂർണ്ണമായി പരിഗണിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് അമേരിക്കയുടെ ശക്തമായ പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള ബന്ധം സങ്കീർണമാകുന്നത് ആ ഘട്ടത്തിൽ തന്നെയാണ്. സമാധാന ഉടമ്പടി നിലനിൽക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയപരമായ വിഷയങ്ങളിലും സുരക്ഷാ കാര്യങ്ങളിലും ഇരു രാജ്യങ്ങൾക്കും വ്യത്യസ്ത താൽപ്പര്യങ്ങളാണുള്ളത്. അമേരിക്കയുമായുള്ള ഈജിപ്തിന്റെ ബന്ധം ശക്തമാണെങ്കിലും ഇസ്രായേലിന് അമേരിക്കയുടെ നയതന്ത്രത്തിൽ ലഭിക്കുന്ന പ്രാധാന്യം ഈജിപ്തിന് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ഇസ്രായേൽ ഈജിപ്തിന്റെ ആശങ്കകളെ പൂർണ്ണമായും പരിഗണിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമാകുന്നു. ഈജിപ്ത് ഒരു സുഹൃത്ത് രാജ്യമാണെങ്കിലും ഇസ്രായേൽ സ്വന്തം താൽപ്പര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇസ്രായേലിനോടുള്ള ഈജിപ്തിന്റെ പടപ്പുറപ്പാട് പശ്ചിമേഷ്യയിൽ ഭാവിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക എന്നത് കണ്ടറിയേണ്ടതുണ്ട്. ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തൂ. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.